ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ഡേയ്സ് ആണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ ആനന്ദം എന്നോടൊപ്പമുള്ള ഈ 7 പേരാണ്. ഹലോ, ആനന്ദം എന്ന സിനിമയുടെ എന്താ പറയാ സോൾ. ഇവർ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. അരുൺ, അനാർക്കലി, റോഷൻ, അന്നു, തോമസ്, സിദ്ധി, വിശാഖ്. ആനന്ദത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അരുൺ? ഞാൻ അങ്ങനെ ഓഡിഷൻസിനെ പറ്റി അറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചിരുന്നു. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എല്ലാം ഓഡിഷൻ കോൾസിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അയക്കും, ആരും വിളിക്കാറില്ല. അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ ഞാനും അയച്ചു. 1.5 മാസം കഴിഞ്ഞ് എന്തോ സർപ്രൈസിംഗ്ലി ഒരു ഫോൺ കിട്ടി, കോൾ കിട്ടി. ഗണേശേട്ടൻ വിളിച്ചിരുന്നു, ചെല്ലാൻ പറഞ്ഞു ഓഡിഷൻ കോളിൽ. എനിക്ക് അത്യാവശ്യം നെർവസ് ആയിരുന്നു. 3 റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞാണ് എന്നെ സെലക്ട് ചെയ്തത്. ഞാനായിരുന്നു ലാസ്റ്റ് ഏറ്റവും 7 പേരും കാസ്റ്റ് ചെയ്തത് ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്ത് തന്നെയായിരുന്നു. നല്ല പേര്. താങ്ക് യു. എൻ്റെ ചേച്ചി ആനന്ദേട്ടൻ്റെ ഫ്രണ്ടാ. അപ്പോൾ ആ വഴിയാണ് ഞാൻ കയറുന്നത്. ചേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ആ ചെറിയ ബേബി ആർട്ടിസ്റ്റ് നീലു, ബേബി നീലു അല്ലെ, ബേബി നീലു, ഇപ്പൊ നീലുവിന്റെ സിസ്റ്റർ നീലു. റോഷന്റെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ. ഇത് മറ്റു സിനിമയിൽ കണ്ട ആള് തന്നെയല്ലേ? പക്ഷെ ഞാൻ എന്റെ അടുത്തിരുന്ന ആളോട് പറഞ്ഞപ്പോ അതൊരു ഭയങ്കര മോശം ക്യാരക്ടർ അല്ലേ, ഇതൊരു സുന്ദര സുമുഖനല്ലേ അല്ലേ? പിന്നെ പുതിയ നിയമത്തിലെ നല്ല ഗംഭീരം വില്ലനാ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഭാഗ്യമാണ് നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഈ സ്പെക്ട്രത്തിന്റെ 2 അറ്റത്തിൽ കിടക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അടുത്ത അന്നു എന്താ പറയാ, എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ കാണുന്ന ടിപ്പിക്കൽ കാമുകി. എങ്ങനെയാണ് ഈ സിനാരിയോയിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയാമോ? ഞാൻ ക്രൈസ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവർ ഓഡീഷൻസിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓഡീഷൻസിന് പോയില്ലായിരുന്നു. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ഓഡീഷൻസ് നടക്കുന്ന കാര്യം. അപ്പം ഞാൻ കോളേജിൽ നിന്ന് ഒരാറ് ബങ്ക് ചെയ്തിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോവായിരുന്നു. അപ്പം ഇവർ കുറേ പേര്, പരിചയമില്ലാത്ത കുറേ പേര് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവർ കോളേജിൽ പരിചയമില്ലാതെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരാൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ അങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്താ ഇവിടെ, ഞാൻ ഇവരൊന്ന് നോക്കിയിടും. അപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പം അതേ സെയിം പൊസിഷനിൽ നിന്ന് അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെന്താ ഇവിടെ? അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സാവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാവൻ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് തടത്തിൻ മരത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഇത് പ്രേമത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരോ? എനിക്ക് കണ്ടിട്ട് തീരെ തോന്നുന്നില്ല, ഇവരിവിടെ വന്ന് നിൽക്കണ വലിയ ഒരു കാര്യമില്ലെന്ന് ഞാൻ അങ്ങനെ തന്നെ അവരുടെ ബോധമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഓഡീഷൻസ് നടക്കുന്നുണ്ട്, നാളെ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്കൊരു വിശ്വാസമില്ല കേട്ടോ ഇവർ ശരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം, എൻ്റെ വീട്ടുകാർ തീരെ സമ്മതിക്കില്ല, പക്ഷെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഡീഷൻസിന് പോയി. അങ്ങനെയായിരുന്നു, പിന്നെ സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഓഡീഷൻസ്. അപ്പം ഇനി അക്ഷയ്, എന്താ പറയാ, ഒരുപാട് പേർക്ക് പ്രണയം ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ആളോട് ഇഷ്ടം പറയാണ്ട് ഇങ്ങനെ നോക്കല് മാത്രമായിട്ട് കാലങ്ങൾ കഴിഞ്ഞു. 4 വർഷം 3 വർഷമൊക്കെ ഏത് കോഴ്സാണെങ്കിലും അതനുസരിച്ച് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാ, ഈ സിനിമ, ആക്ടിങ്, ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായി വന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനും ക്രൈസ്റ്റിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൈവാധീനം പോലെ എത്തിപ്പെട്ടു. ഇപ്പൊ എന്താ പറയാ, അടിച്ചു വിളിച്ചു പോകുന്നു. അടുത്തത് നമ്മുടെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ദിയ, സിദ്ധി. ഗണേശേട്ട എൻ്റെ സ്കൂളിൽ സൂപ്പർ സീനിയർ ആയിരുന്നു വിദ്യോദയയിൽ. പിന്നെ ഞാൻ ഡ്രാമാറ്റിക്സ് ക്ലബ്ബിൽ ഭയങ്കര ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അപ്പോൾ ഗണേശേട്ട കോൺടാക്ട് ചെയ്ത് എൻ്റെ ഡ്രാമാറ്റിക്സ് ടീച്ചറും പിന്നെ കൾച്ചറൽ ടീച്ചർ കോൺടാക്ട് ചെയ്തത് പറഞ്ഞു ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ആരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഗണേശേട്ടൻ പെട്ടെന്ന് ഫേസ്ബുക്കിന് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഏതൊരു പോസ്റ്റ് കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഈ കുട്ടി എനിക്കറിയാലോ, ഞാൻ രമാ മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയുക, കെ ഉണ്ണികൃഷ്ണൻ പിള്ള എന്ന പേര്, നല്ല മനോഹരമായ മലയാളത്തുള്ള പേരിന് കുപ്പി എന്നും വിളിക്കാം. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതൊക്കെ. എന്നിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഒരു തിയേറ്റർ കമ്പനിയായിട്ട് ഒരു ടൈപ്പിൽ അവിടെ ഡ്രാമാസും പ്ലേസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗണേശേട്ടൻ ഈ ഓഡിഷൻസിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ കുറേ കോളേജസും പിന്നെ ചെന്നൈയിലുള്ള 2-3 തിയേറ്റർ കമ്പനീസിനായി കോൺടാക്ട് ചെയ്തായിരുന്നു.
അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഓഡീഷൻസിനെ പറ്റി അറിയുന്നത്. ഇവിടെ ഒരു കാഫേ 70 എന്ന് പറഞ്ഞൊരു ഒരു കാഫേ ഉണ്ട്. അവിടെയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ മിക്കവരും ആദ്യമായിട്ട് ഗണേശനെ ആനന്ദേട്ടനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വളരെ സ്പെഷ്യൽ പ്ലേസ് ആണ് ഞങ്ങൾക്ക്. ഇപ്പോഴും അവിടെയൊക്കെ പോകാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ക്യാരക്ടറും നമ്മൾ എന്താ പറയാ ഓരോ ക്യാമ്പസിലും കാണുന്ന മുഖങ്ങളാണ്. ഒരുപാട് പരിചയമുള്ള, പലർക്കും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. ഇതുപോലത്തെ ഒരു ആംഗ്രി യങ്മൻ പെട്ടെന്ന് എന്താ പറയാ ഓടി നടന്ന് കാര്യങ്ങൾ ഓർഗനൈസ്, ദ ബെസ്റ്റ് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ. അതേപോലെ വളരെ എന്താ പറയുക സൈലന്റ് കില്ലർ എന്ന് പറയും പോലെ ഒരു സൈഡിൽ എപ്പോഴും മിണ്ടാതിരിക്കും, പക്ഷെ ആളുടെ എക്സിസ്റ്റൻസ് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് അവസാനം നമ്മൾ അറിയുള്ളൂ. പിന്നെ ഇതുപോലത്തെ എന്താ പറയുക ഞാൻ പറഞ്ഞ കാമുകനും കാമുകയും അങ്ങനെ അങ്ങനെ എല്ലാ എന്താ പറയുക അറിയുന്ന എന്താ പറയുക നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. ഇനി നിങ്ങൾ ചെയ്ത ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ശരിക്കും അതേപോലത്തെ സ്വഭാവമുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും, സ്വന്തമായി പറയാൻ പറ്റുന്നുണ്ടാവില്ല. സിദ്ധിയുടെ കേസ് ഞാൻ കേട്ടായിരുന്നു. സിദ്ധി ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. 100% തന്നെയല്ലേ? ശരിക്കുള്ള സിദ്ധിനെ ഇത്തിരി ടോൺ ഡൗൺ ചെയ്താണ് ഞങ്ങൾ ദിയെ ആക്കിയത്. കാരണം ശരിക്കുള്ള സിദ്ധി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സ്ക്രീനൊക്കെ കീറി പോലും അങ്ങനത്തെ അങ്ങനെയൊന്നല്ല. പിന്നെ വേറെ ആരൊക്കെയാണ്? അനാർക്കലി എങ്ങനെയാണോ? കുറച്ച് സൈലന്റ് ആണോ? ആണോ? ഞാൻ ദർശനയുടെ അത്ര സൈലന്റ് അല്ല, പക്ഷെ അത്യാവശ്യം ഇവൻ പറഞ്ഞ പോലെ ജെല്ലായി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും, അത്യാവശ്യം സംസാരിക്കും. പക്ഷെ ആദ്യം അവർക്കറിയാം ഞാൻ ഇവിടെ ഒന്നും മിണ്ടത്തൊന്നുമില്ല. ഇവരിങ്ങനെ അലമ്പുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്തിനാ അലമ്പുന്നു, വേറെ ഒരു പണിയില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നക്കിളിനെയും ഞങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തു. അന്നക്കിളി മാത്രം സംസാരിക്കണില്ല, വേറെ എല്ലാരും വൺ സംസാരം. അപ്പൊ അത് സോറി മ്യൂട്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ സീക്രട്ട് ഞാൻ മ്യൂട്ടാക്കി ശല്യം 150 മെസ്സേജ് ഒരു ദിവസത്തിൽ എന്നൊക്കെ. ആദ്യം അനാർക്കലി കാണും, ഞങ്ങൾ അന്നക്കിളി എന്നാ ഇവിടെ വിളിക്കാറ്. അതൊക്കെ പക്ഷെ പിന്നെ ആക്ച്വലി വിചാരിച്ചിട്ട് അനാർക്കലി അനാർക്കലി നിങ്ങൾ പറയുന്ന സ്റ്റൈലായിരിക്കും തിരിച്ചു. അന്നക്കിളി ആണ് എനിക്ക് കേട്ടത് അങ്ങനെയാണ്. പിന്നെ അത് ഷോർട്ടായി. അതിന്റെ കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ ആദ്യം ഇവിടെ കാണുമ്പോ ഈ പറഞ്ഞ പോലെ ഓഡിഷൻ ഇവക്ക് സംസാരിക്കാനൊന്നുമില്ല, കാരണം ഡയലോഗ്സ് ഇല്ലല്ലോ. അപ്പം ഒന്നാമത് കുട്ടിക്ക് ഈ ലുക്കാണ് ഭയങ്കര ഒരു ബുദ്ധിജീവി അല്ലെങ്കിൽ ഭയങ്കര ഒരു തിങ്കർ അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ എന്നൊക്കെ തോന്നുന്ന ലുക്ക്. അനാർക്കലി മരിക്കാറെന്ന് പേര്. ആള് ഭയങ്കര ആനന്ദേട്ടന്റെ ഫ്രണ്ടാണ്. വന്നിട്ട് ഞങ്ങളോട് ആരോടും സംസാരിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതിലും വലിയ മെത്തഡ് ആക്ടർ ആയിരിക്കും, ഇപ്പോഴേ സംസാരിക്കാതിരിക്കാനൊക്കെ ശ്രമിച്ച്. പിന്നെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് പരിചയമായി വന്നപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് അവള് വാതുറങ്ങി ഈ സൗണ്ടിൽ ഇവള് സംസാരിക്കുന്ന കേട്ടുമ്പോ പിന്നെ അനാർക്കലി ഇതൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അന്നക്കിളി പൈങ്കിളിയാണ് പിന്നെ അന്നക്കിളി തന്നെയാണ് നല്ലത്. പക്ഷെ പാട്ട് പാടുമ്പോഴത്തേക്കിനും തിരിച്ചുള്ള അനാർക്കലി ആയി മാറും. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചു നിങ്ങൾ ഈ പിള്ളേർ സെറ്റൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പാട്ട് പാടി ആരെങ്കിലും ഒക്കെ പാട്ട് പാടുക ഡാൻസ് ഒക്കെ ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ ആരെക്കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഇങ്ങോട്ട് നമ്മുടെ വഴിയിലേക്ക് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ എന്തായാലും ഒരു പാട്ടാവാം. പഴയ പാട്ടാണ്. അന്നക്കിളി തിരിച്ച് അനാർക്കലി ആവുകയാണ്. പാട്ട് പാടുമ്പോൾ മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവി ലുക്ക്, കണ്ണട, ഷോർട്ട് ഹെയർ കട്ട്, ഇതൊക്കെ ആണെങ്കിലും ഉള്ളില് നല്ല ഒരു നമ്മുടെ മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു പാട്ട്. അപ്പൊ പിന്നെ നിങ്ങളുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആണ് നിങ്ങളുടെ കോളേജിലെ ടൂർ പോലെ തന്നെയായിരുന്നില്ലേ നിങ്ങളുടെ ഷൂട്ടിംഗ് പ്രോസസ്സ്? ഹംപി, ഗോവ, ആ ഡ്രീം ഡെസ്റ്റിനേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആക്ച്വലി ഹംപി ഇതുവരെ പോയിട്ടില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാൻ വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു ഷൂട്ടൊക്കെ? ഹംപിനെ പറ്റി പറയുമ്പോൾ നല്ല ചൂടായിരുന്നു, പൊരിഞ്ഞ വെയിലായിരുന്നു. ഒരു 45 ഡിഗ്രീസ് ആവറേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസം ഒരു 5-6 മണിക്കൂറൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ പൊരി വെയിലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേ ബാക്കിയോടെ പോയി നൈസാക്കാൻ നോക്കടാ. ഞങ്ങളവിടെ ഇരിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന ഒരു പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു ഭാഗം.
അപ്പോൾ ഇരിക്കാൻ പറ്റണില്ല. ഞാനും അനാർക്കലി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരിക്കാൻ പറ്റുള്ള. എടാ, എന്താ ചെയ്യാ, എന്താ ചെയ്യാ, എനിക്കിങ്ങനെ സ്ക്രീനിലാവുമ്പോ എല്ലാരും ചിരിച്ചു സ്ക്രീനിൽ എല്ലാവരും ആ പാട്ടിലൊക്കെ ഉള്ളിൽ അവിടെ പൊളയുകയാണ്. ഞാൻ ഒരു ഷോൾ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച് ഞാനും തോമസ് ഒരു ചിരിക്കായിരുന്നു. സറിഞ്ഞേ ഞങ്ങൾക്ക് ഷോള് കിട്ടി. ഞങ്ങൾ അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ശരിയായി. എന്നിട്ട് ഷോളിന്റെ ഇടയിൽ കൂടെ ചൂട് വരുന്നു. ആ അവസ്ഥ അയ്യോ. എന്നിട്ട് കഷ്ടപ്പെട്ട എക്സ്പ്രഷനൊക്കെ വരുത്തി. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? അവിടെ ഒരു 2 ആഴ്ച 2 ആഴ്ച ഉണ്ടായിരുന്നു. 2 ആഴ്ച. 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ശരിക്കും ഞാൻ എന്താ പറയാ ഒരു ഫ്രൈഡ് ഓംലെറ്റ് ആയിരുന്നു. ഉണക്കിയെടുത്തു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇരുന്നപ്പോ ഞങ്ങൾ നല്ല കളറൊക്കെ ഇട്ട് ഹംപി വന്നപ്പോഴേ ഞങ്ങളൊക്കെ കരിഞ്ഞു. ഈ പറഞ്ഞ പോലെയുള്ള ഈ 4 ദിവസത്തെ ടൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ കാണുന്ന എല്ലാവർക്കും പറ്റി. നിങ്ങൾ ഒരുപാട് പേര് വിളിച്ചതിനെ പറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? കുറെ പേര് ഈ പടം കണ്ടതിന് ശേഷം ഉടനെ തന്നെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തു. അത് ഒരു വലിയൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഞങ്ങൾ കരുതിയേക്കുന്നത്. ഹംപിയൊക്കെ ആൾക്കാർ ആദ്യമായിട്ടൊന്ന് കാണുന്നത്. അപ്പോൾ കണ്ടതിന് ശേഷം എടാ ഹംപി പോവാം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഐ വി ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഇങ്ങനെ ഞങ്ങളുടെ പടത്തിന്റെ പോസ്റ്ററൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് മോഡിഫൈ ചെയ്ത് അയച്ചൊക്കെ തന്നിട്ടുണ്ട്. സിദ്ധിയുടെ ആരോ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? യെസ്. അതൊരു അടിപൊളി അറിവായിരുന്നു. ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഓക്കെ, എന്റെ അച്ഛൻ ഈ ഫിലിമിൽ HOD ആണ്. മറ്റേ ബോബൻ സാറും പിന്നെ മോളി മാം, രണ്ടുപേരുടെ പ്രണയ കഥ അത് എന്റെ അച്ഛൻ അഭിനയിച്ചിട്ട് തകർത്തു. അത് ആരും നോട്ടീസ് ചെയ്യാത്തൊരു പ്രണയകഥയാണ്. അച്ഛനായ ബോബൻ സാറും ക്യാൻറ്റീനിലെ മോളി ചേച്ചി തമ്മിലുള്ള പ്രണയകഥ. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നതൊക്കെ മോളി ചേച്ചി DP കലക്കി എന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നത് ഈസ്റ്റർ എഗ് ആണ്. അടിപൊളി. അതെന്തായാലും എന്താ പറയാ, അങ്ങനെ ഒരു എന്താ പറയാ, വീട്ടിൽ നിന്ന് 2 പേരാണ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. വീട്ടില് പറഞ്ഞ് സമ്മതിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഒരു ബുദ്ധിമുട്ട് ഇച്ചിരി എങ്ങനെയായിരുന്നു കൺവിൻസ് ചെയ്തെടുത്തേ? എന്റെ വീട്ടില് അങ്ങനെ ആരും ഈ ഫീൽഡ് ആരും ഇവിടെ ഇല്ലെങ്കിലും, പക്ഷെ എന്റെ അച്ഛനും അമ്മയും തീരെ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഓഡിഷന് പോകുന്നുണ്ട്. അപ്പം എന്റെ അച്ഛൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു പോക്കോ കിട്ടത്തില്ല. എന്തൊരു വിശ്വാസം. അപ്പൊ അങ്ങനെ ഞാൻ ഓഡിഷന് പോയപ്പം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു കിട്ടത്തൊന്നുമില്ല, അച്ഛൻ വിഷമിക്കൊന്നും വേണം സിനിമ എന്തായാലും. 2ാമത്തെ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോ ലോങ്ങർ ഓഡീഷൻസ് വരാൻ പറഞ്ഞു അച്ഛൻ അത് പോക്കോ ചുമ്മാ വിളിച്ചതാ കിട്ടില്ല. അവസാനം അച്ഛാ അവരെന്നെ കൊച്ചിയിലേക്ക് വിളിച്ചു, മീൻസ് ഏകദേശം സെലക്റ്റഡ് ആയെന്നൊക്കെ. അപ്പൊ അച്ഛൻ പോണ്ട. അതൊരു അച്ഛനൊരു പ്രതീക്ഷയായിരുന്നു മകൾക്ക് കിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറും എല്ലാം ഉള്ള ഒരു, എനിക്ക് അങ്ങനെ ഇച്ചിരി ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ അറിയാവുന്ന ആൾക്കാരോട് ഞാൻ ഒത്തിരി സംസാരിക്കുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും നിനക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ല, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഗണേശേട്ടനെ വിളിച്ചു പറഞ്ഞു എന്റെ വീട്ടിൽ സമ്മതിക്കുന്നു തോന്നുന്നില്ല. അപ്പൊ ഗണേശൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റേ ഡയലോഗറാ ഏത് This is your first and your last film അന്നുവന്ന്. This is your first and your last film എന്ന് വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ ശരി. എന്നിട്ട് സിനിമ കഴിഞ്ഞപ്പോഴും എനിക്ക് അറിയില്ല, ഒരു വലിയ മാറ്റമൊന്നും ഇല്ല. ഇനി ഒന്നും കൂടി ഒന്ന് സോപ്പിടാൻ അല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോ സമ്മതിക്കുമായിരിക്കുന്നു. കാരണം ഞാൻ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം, ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇഷ്ടമായിന്ന് എനിക്ക്. എന്റെ അച്ഛനെ ഇച്ചിരി അങ്ങനെ നല്ലതാണെന്നൊന്നും പറയത്തില്ല, പക്ഷെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ടു മനസ്സിലാവും. എന്തായാലും നമ്മുടെ ഗണേഷ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിനെയും ഡയറക്ടറിനെ പറ്റി ഞാൻ ഒരുപാട് വായിച്ചു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരുടെയും എന്താ പറയാ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല കാലം എന്ന് പറയുന്ന ഈ ഐവിനെ പറ്റി ഒരു സിനിമ എടുത്തതിനെ പറ്റി പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറാണ് ഇവർ. അപ്പം ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഗണേശേട്ടൻ ഒരു 50 പ്രാവശ്യം പറഞ്ഞു എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഡയറക്ടർ ആക്ടർ റിലേഷൻഷിപ്പ്? ഇത്രയും ഞാൻ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാം പറയുന്നതാണ്, ഇത്രയും പേഷ്യൻസ് ഉള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ അഭിനയിക്കാൻ ഞാൻ അവിടെ കിടന്ന് ഗണേശ് അവിടെ നിൽക്കാം, എനിക്ക് വയ്യ ഗണേശേട്ടാ എനിക്ക് വയ്യ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു സീനില് എന്റെ മുടി അങ്ങനെ ആയിരിക്കും, 2ാമത്തെ സീനിൽ എന്റെ മുടി ഇങ്ങനെ ആയിരിക്കും, ഒന്നും പറയില്ല മോളെ അങ്ങനെയല്ല പറഞ്ഞോണ്ടിരിക്കുന്ന. ഇന്റർനെറ്റിൽ കുറെ സിനിമാ പ്രേമികൾ അതിനടുത്ത് സ്പോട്ട് ചെയ്ത് ട്രോൾ ചെയ്തോളൂ. ഗണേശേട്ടൻ എൻ്റെ അടുത്ത് ക്യാമറ റോൾ ചെയ്യണത് ഒന്നും പറഞ്ഞില്ല, വെറുതെ ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട് കുറെ എന്താ സീൻസ് ഒക്കെ. ആ പയ്യ വേഷം കാച്ചിട്ട് ചേട്ടാ ഞാനിത് എപ്പോഴാ അഭിനയിച്ചത് ഞാൻ തന്നെ പോയി ചോദിച്ചു ഗണേശേട്ടൻ്റെ അടുത്ത്. അതൊക്കെ ചെയ്ത് ഞാൻ ഏറ്റ് അതാണ്.
പിന്നെ ഈ ഗണേശൻ ഭയങ്കര ഓപ്പൺ ആണ് ടു സജഷൻസ് ഇൻപുട്സ് എന്തായാലും. അപ്പൊ അത് എനിക്ക് എപ്പോഴും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരാള് ഒരു 3-3.5 കൊല്ലം കഷ്ടപ്പെട്ട് എഴുതി പല പല വേർഷൻസ് ആയിട്ട് ഫൈനലൈസ് ചെയ്ത ഒരു സാധനത്തിലേക്ക് ഇന്നലെ വന്നു കയറി എനിക്കോ വിശാഖിനോ ഇവര് ആർക്കായാലും വരുണായാലും എല്ലാവർക്കും തോന്നിയ എന്തെങ്കിലും എല്ലാ സജഷൻസിനും ആൾ ഓപ്പൺ ആണ്. ഭയങ്കര പൊക്കി പറഞ്ഞിട്ടുണ്ടല്ലേ ഗണേശ് ചേട്ടനെ? വേറെ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? വേറെ അങ്ങനെ ആകെ good things. എനിക്ക് സഹിക്കണില്ല. എന്തായാലും അടിച്ചു പൊളി. എന്താ പറയാ, ഒരു നിങ്ങള് എല്ലാരും തമ്മിൽ ആ ഒരു റാപ്പോ ഉണ്ട്. അത് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ ഇടയില്? എപ്പോഴാടാ? ഞാനും വരുണും തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും വരുണും തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അത് ഞാൻ എനിക്കിങ്ങനെ സ്നേഹം വരുമ്പോഴത്തേക്കും ഞാൻ അനാവശ്യമായിട്ട് ഈ തല്ലും ഒക്കെ ചെയ്യും. തല്ലും പിച്ചും അങ്ങനത്തെ കടിക്കും. ഞങ്ങൾ നൈറ്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇവൻ ഉറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ സീൻ തീർത്തിട്ട് ഉറങ്ങിയാൽ പോരെ എന്നുള്ള രീതിയിൽ ഞാൻ മയത്തിൽ അവന്റെ കവളത്തുനിന്ന് അടിച്ചു. മയത്തിലായിരുന്നു സത്യം. എന്നിട്ട് ഇവൻ ഇങ്ങനെ അധികം മിണ്ടാത്ത ഒരാളായിട്ട് പെട്ടെന്ന് പിന്നെ ഒരു അരമണിക്കൂർ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ റോഷൻ കുറെ നേരം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഫാമിലി ആവുമ്പോ അങ്ങനത്തെ കാണൂല. ഓ അങ്ങനെ. എന്നാൽ രണ്ടൊരു സ്വഭാവം മനസ്സിലായി. വെറുതെ ഇങ്ങനെ ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനല്ല, പിന്നെ നമ്മൾ സീനിന്റെ ഇടയിൽ ഉറങ്ങി കഴിയുമ്പോ ആരെങ്കിലും അടിച്ചു പോവല്ലേ മുഖത്തന്നെ. പക്ഷെ ഞങ്ങളൊരു 26 മണിക്കൂർ സ്ട്രേറ്റ് ഷൂട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അതും കൂടെ പറയണം. ഞാൻ അതൊന്നും ഓർത്തില്ല. ഞാൻ കണ്ടു. പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചെണീപ്പിക്കാൻ തോന്നില്ല. തല്ലി ഭയങ്കര വിഷമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കുറ്റബോധമുണ്ട് ഇപ്പൊ മനസ്സിൽ. പോട്ടെ, അതൊന്നും സാരമില്ല. പോട്ടല്ലേ, മറക്കാം പൊറക്കാം. ഞാനും അന്നും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. സിദ്ധിയായിട്ട് എപ്പോഴും വഴക്കാൻ. സിദ്ധി അവളെന്തിനും അവൾ ഉറങ്ങി കിടക്കുന്നവരൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞു നിനക്കൊന്നും ഉറപ്പണിയില്ലേ, അവരൊക്കെ ഉറങ്ങട്ടെ. മൈക്ക് മാറ്റി വെച്ചേ. സിദ്ധിന് എനിക്ക് തോന്നുന്നു എന്നെ തോന്നുന്നു ഏറ്റവും ഇഷ്ടം 7 പേരിൽ. അവളുടെ ബോർഡ് എക്സാം റിസൾട്ട് എത്ര കിട്ടി? 92. 92 ഉള്ളൂ. 92.6. ഹംപിയിലൊരു എത്ര മണി വരെയാണ് ഷൂട്ട് ചെയ്തത്? വെളുപ്പിന് 6 മണി വരെ ഞങ്ങൾ വീട്ടിൽ റൂമിൽ എത്തിയപ്പോൾ തലേദിവസം 8 മണി രാത്രി. ഫ്രം 8 PM to early morning 6-7 റൂമിൽ എത്തിയപ്പോൾ 8 മണി. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഞങ്ങൾ എല്ലാവരും റിലേ പോയി. റിസൾട്ട് പറയാൻ ഞാൻ ജയിച്ചേ, ഞാൻ പാസ്സായി, ഇറങ്ങി പോടി. ഒന്നും അനങ്ങുന്നില്ല. ഗണേശൻ ഇവിടെ മുഖത്തേക്ക് നോക്കി എനിക്ക് മാർക്ക് കിട്ടി 91.6. എത്രയൊക്കെ പഠിക്കൂ? അല്ല, ഇവിടെ ആയിരുന്നു ബാക്കി എല്ലാവരും ഷൂട്ട് ചെയ്ത് ടയർഡായി ഇങ്ങനെ ഉറങ്ങാനൊക്കെ പോകുന്നത്. ആകെ ടയർഡായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഇവൾക്ക് ഫുൾ എനർജി, ഫുൾ പവർ ആയിട്ട്. പിന്നെ ബാക്കി എല്ലാവരും സീരിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവള് എനിക്ക് ബാക്കി എനിക്ക് ഉറങ്ങണം, ടയർഡാണെന്നൊക്കെ പറഞ്ഞു പോകണം. അപ്പൊ അതും കൊണ്ട് വരുൺ നന്നായിട്ട് ചൊറിഞ്ഞിട്ടില്ല. വരുൺ ഉറക്കത്തില് ചൊറിഞ്ഞിട്ടാണ് പ്രശ്നം. മനസ്സിലായി, ഉറക്കമാണ് വീക്ക്നെസ്. മനസ്സിലായി, എല്ലാത്തിനും കാരണം ഉറക്കം മാത്രമാണ്. എനിക്കത് മനസ്സിലായി. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ വിനീതാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ പുതിയ ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ ആസ് എ പ്രൊഡ്യൂസർ? ശരിക്കും സത്യം പറയുകയാണെങ്കിൽ വിനീത് ഗണേശേട്ടൻ എപ്പോഴും പറയും വിനീതേട്ടൻ സിനിമ എടുക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ആണ് ഗണേശേട്ടൻ ഇപ്പൊ സിനിമ എടുക്കുന്നത്. ഗണേശേട്ടൻ സിനിമ എടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങള് സിനിമയിൽ. അപ്പൊ ഒരു കൊച്ചു കുടുംബം തന്നെയായിരുന്നു ആ സിനിമ. പറഞ്ഞ ഒരു കൊച്ചു കുടുംബം തന്നെയായിരുന്നു. വിനീത് ശ്രീനിവാസൻ ഒരു പ്രൊഡ്യൂസറിനെ ഒന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. കാരണം വിനീത് ശ്രീനിവാസൻ എന്നുള്ള ഒരു ബിഗ് ബ്രദർ. ഒരു ബിഗ് ബ്രദർ അത്രേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് വിനീതേട്ടൻ വന്നത് എന്തോ 4-5 ദിവസം. ആ സമയത്തൊന്നും ഷൂട്ടിന് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞുള്ള സമയത്തിൽ വന്ന് കാണും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കിപ്പം വിനീതേട്ടനെ പോലെ വലിയൊരാളാവുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം സംസാരിക്കാൻ ഒരു മടിയും ഉണ്ടാവും. എന്നാൽ അയ്യോ എനിക്ക് ഇത്രയും പരിചയമുള്ള ആളല്ലേ എന്നൊരു തോന്നലുണ്ട്. എന്നാൽ ആ പരിചയം ഇങ്ങോട്ട് കാണിച്ചാണ് വിനീതേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ പടം കഴിഞ്ഞ് ഡബിങ്ങിന്റെ സമയത്തൊക്കെ ലൈക്ക് ആസ് എ ഫ്രണ്ട് വുഡ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഫീൽഡിലുള്ള ഒരാൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എടാ നീ അവിടെ ഇങ്ങനെ ചെയ്ത് നോക്ക്, എടാ അത് ഇങ്ങനെ പിടിച്ചു നോക്ക്. അങ്ങനെയുള്ള ചെറിയ ഇൻപുട്സ് അല്ലാതെ ഒരു
നമുക്ക് നല്ല വിശ്വാസമുള്ള ഒരു കൂട്ടുകാരൻ നമുക്കൊരു അഭിപ്രായം പറയുന്ന പോലെ വിനിതേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളൂ എന്ത് കാര്യമായാലും. അപ്പൊ ആസ് എ പ്രൊഡ്യൂസർ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല വിനിതേട്ടൻ, ഞങ്ങൾ ആരും. ഐ തിങ്ക് എനിക്ക് വേറെ സസ്പെൻസ്, കുറെ സസ്പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ സിനിമ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. എനിക്ക് അതേ ഇഷ്ടപ്പെട്ടു സസ്പെൻസ് ഒക്കെ. പറയില്ല. അടിപൊളി. അപ്പൊ എന്തായാലും ആനന്ദം അടിച്ചു പൊളിച്ചു. ആനന്ദം ടീമിനോടൊപ്പം ഞാനും കുറച്ച് നേരം അടിച്ചു പൊളിച്ച് സംസാരിച്ചു. നിങ്ങളെ വിടാൻ തോന്നുന്നില്ല കുറച്ച്, പക്ഷേ ശരിയാവില്ലല്ലോ നമ്മുടെ സമയം, ടൈം റെസ്ട്രിക്ഷൻ ചെയ്യണോ. അപ്പൊ ഇനി അടുത്ത് വീണ്ടും നിങ്ങൾ ഒരുപാട് സിനിമകളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടും. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു അടിച്ചുപൊളി പാട്ടും കൂടെ ആയാലോ? ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കുപ്പിയും അനാർക്കലിയും പാടുന്നതാണ്. തോമസ് കാരണം ഞാൻ പാടിയാൽ പരിപാടി ഭയങ്കര ബോറാവും. സിദ്ധി പാടി അവൾ ഈ കായലിൽ മുക്കിക്കൊല്ലേണ്ടി വരും. ഞങ്ങൾ സഹിച്ചു, എല്ലാരും കൂടി ചേർന്ന് പോടണം. ഇല്ല, കുപ്പി തുടങ്ങാം. കുപ്പി പ്ലീസ്, കുപ്പി പാടുന്നുണ്ടോ? വഴി തിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ടേ കൺതുറക്കുന്നേ ആനന്ദമേ പിന്നോട്ട് പായും ലോകം മുന്നോട്ടു വേഗം പോകാം ദൂരെയോ എങ്ങോട്ടോ Go to your classes. അപ്പൊ കോളേജിലും പോയി പാടി തകർക്കുന്ന ആ പാട്ടും കൂടെ പാടിക്കോളൂ. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതേതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താരാതേതോ കൊട്ടു വേണം കൂഴൽ വേണം കൂരവ വേണം വരവേൽക്കാനാളു വേണം കോടി തോരാണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. തോൽവി എന്തെന്നറിയാത്ത തല താഴ്ത്താൻ അറിയാത്ത കാവാലം ചുണ്ടനിതാ ജയിച്ചു വന്നു. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള് അമ്പലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക്. അടിപൊളി.